നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ലോകത്ത് നമ്മളെക്കാളും ഫോറസ്റ്റിലെ രാജ്യമാണ് കാനഡ. അത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ, അതുപോലെ അമേരിക്ക. ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഫോറസ്റ്റ് ഉണ്ട്, അവിടെയൊക്കെ വന്യമൃഗങ്ങളുണ്ട്. 5 വർഷം കൂടുമ്പം ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി പരിശോധന നടത്തി ഇത് പെറ്റുപെരുകി എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കശാപ്പ് ചെയ്യാനുള്ള നിയമം അവിടെ ഉണ്ട്. ഓസ്ട്രേലിയയിൽ സീസണിൽ നിങ്ങൾക്കറിയോ, അവിടെ ഇതിന് കൾച്ചറൽ യൂണിറ്റുകളുണ്ട്, കമ്മ്യൂണിറ്റി യൂണിറ്റുകൾ. അവർക്ക് സർക്കാർ തോക്ക് കൊടുക്കുകയാണ് കങ്കാരുവിനെ കൊല്ലാൻ. ഒരു കങ്കാരുവിനെ വെടിവെച്ച് കൊടുത്താൽ $100 അവർക്ക് ഇനാം കൊടുക്കുകയാണ്. സുപ്രീം കോടതിയിൽ കൊടുത്താൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അങ്ങനെയാണ് അവിടെ മനുഷ്യർ ജീവിക്കുന്നത്. ഇവിടെ ഒരു വനം മന്ത്രി, എന്താ അദ്ദേഹത്തിൻ്റെ സ്ഥിതി? എന്താ ഇന്നലെ അദ്ദേഹം നിലമ്പൂർ വന്നിട്ട് പറഞ്ഞത്? ഒന്ന് വന്നല്ല നിലമ്പൂരിലേക്ക്. ഒരു ആദിവാസി യുവാവിനെ ചവിട്ടിക്കൊന്ന് ഈ കോലത്തിലാക്കിയിട്ട് തിരിഞ്ഞു നോക്കിയവർ വൈകുന്നേരം 6:30 മണിക്ക് ഈ അപകടമുണ്ടായിട്ട് 11 മണിയോട് കൂടി ആശുപത്രിയിലെത്തിയ പോട്ടെ, അവിടെ കിടന്ന് ചോര വാർന്ന ഒഴുകിയാണ് മരിച്ചത്. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പം നമുക്കറിയാം. അവിടെ വന്നിട്ട് ഫോറൻസിക് സർജന് ചെയ്യേണ്ട സർജറി പോസ്റ്റ്മോർട്ടം ആരാ ചെയ്തത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കണം. അതുണ്ടായിട്ടില്ല. ചോര വാർന്നിട്ടാണ് മണി മരണപ്പെട്ടത്. ഈ ഫോറസ്റ്റിൻ്റെ നിരുത്തരവാദിത്വം. എന്നിട്ട് ആ ബോഡി ആശുപത്രിയിൽ രാത്രി 10:30 എത്തിയിട്ട് പിറ്റേ ദിവസം 11:30 മണിക്കാണ് ഇൻക്വസ്റ്റ് നടത്തുന്നത്. ഒരു പട്ടിൻ്റെ വില കൽപ്പിച്ചോ മനുഷ്യന്? അയാളുടെ ഫോറസ്റ്റ് ഓഫീസിൽ കയറിയ ആളുകളെ 4 ചില്ലടിച്ച് പഠിച്ചത് അയാൾക്ക് വലിയ പ്രശ്നം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? PV അൻവറിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, വേറെ പല പഞ്ചായത്തിലും വേറെ മണ്ഡലങ്ങളിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അവിടെയൊക്കെ MLA മാർ എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കുകയല്ലേ ചെയ്തത്. അദ്ദേഹം ശോഭിക്കുന്നവനാ, നിങ്ങൾക്കറിയില്ലേ? ഞാനിനി അയാളെ അണ്ടിപ്പരിപ്പ് ഞാൻ തിരുവനന്തപുരത്ത് പോകണോ? കുറേ അണ്ടിപ്പരിപ്പ് ഞങ്ങൾ തിന്നതാ. ഇങ്ങനെ വരുന്നവരെ ഇങ്ങനെ സോപ്പാക്കി വിടുക. അയാൾക്ക് എന്താ പണി? ഈ ഫോറസ്റ്റ് മന്ത്രിയുടെ സംഭാവന എന്താ ഈ 3.5 കൊല്ലത്തിനിടക്ക്? ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ചുക്കാണ് ചെയ്തത്? ഒരു മന്ത്രിയായി ഇരിക്കുക. എന്താ ഇപ്പം മാറ്റാത്തത്? എന്താ മാറ്റാത്തത്? ഒരു പാർട്ടിയുടെ NCPയുടെ ഭാഗമായിട്ട് വന്നൊരു മന്ത്രിയെ NCPയുടെ പ്രസിഡൻ്റാണ് മാറ്റാൻ പറഞ്ഞത്. മാറ്റാത്തതിന് കാരണം എന്താ പറയുക നമുക്ക്? മാറ്റിയാൽ ഈ ബില്ല് ഒപ്പിടേണ്ടത് തോമസ് കെ തോമസ് എന്ന് പറയുന്ന ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട MLA ആയിട്ടുള്ള തോമസ് കെ തോമസാണ്. തോമസ് കെ തോമസ് ഫോറസ്റ്റിൻ്റെ മന്ത്രിയായി വന്നാൽ ഈ അമെൻമെൻറ്റിൽ ഒപ്പിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ സമുദായങ്ങളെ പുറത്താക്കും. അയാൾക്ക് ഈ നാട്ടിലിറങ്ങാൻ കഴിയില്ല. ക്രൈസ്തവ സമൂഹമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത്. അവർ സ്വാഭാവികമായിട്ട് എതിർക്കില്ലേ? തോമസ് കെ തോമസിൻ്റെ കയ്യിലേക്ക് ഈ ബില്ല് പാസ്സാകുന്നതിന് മുമ്പ് ഫോറസ്റ്റ് മന്ത്രി പദം നൽകിയാൽ അത് നടക്കില്ല എന്ന് ആർക്കറിയാം? പിണറായിക്കറിയാം. അത് തന്നെയാണ് കൊടുക്കാത്തതിൻ്റെ പ്രധാന കാരണം. ഈ രീതിയിൽ എല്ലാ ഓട്ടകളും അടച്ചിരിക്കുകയാണ്. പുറത്ത് പബ്ലിഷ് ചെയ്തിട്ടില്ല, പത്രത്തിൽ പരസ്യം ചെയ്തിട്ടില്ല. ഗസറ്റ് പബ്ലിക്കേഷൻ നടത്തി മന്ത്രി. ഗസറ്റിലെല്ലാം ഉണ്ടാവും. ആരാ ഗസറ്റ് കാണുക? ഈ 3.5 കോടി ജനങ്ങളെ 1000 ആൾ മറിച്ച് നോക്കുമോ? 1000 ആൾ. ഞങ്ങളുടെയൊക്കെ MLA മാരുടെയൊക്കെ PA അവരൊന്ന് മറിച്ച് നോക്കും. പ്രധാന വിഷയം ഉണ്ടെങ്കിൽ ആ മണ്ഡലത്തിൽ അല്ലെങ്കിൽ പൊതുവായിട്ടുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കും. അപ്പം ആ ഗസറ്റിലൂടെ ഒളിച്ച് കിടത്തുകയാണ്. അപ്പം എല്ലാ നിലക്കും ക്രൈസ്തവ സമൂഹത്തിന് എതിർപ്പുകൾ ഉണ്ടാകുമ്പം, ക്രൈസ്തവ സമൂഹത്തിലൊരു മന്ത്രിയാകുമ്പം ക്രൈസ്തവ സമൂഹത്തിൽ ആ മന്ത്രിക്ക് അത് ഒപ്പിടില്ല. ഏതെല്ലാം ആംഗിളിലൂടെയാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്? അപ്പം മലയോര മേഖലയിലെ 1,30,00,000 ജനങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കോഴിക്കോട്ടങ്ങാടിയിലും തിരുവനന്തപുരത്തും കൊച്ചിയിലും താമസിക്കുന്ന സാധാരണ ജനങ്ങൾ, പണ്ട് ഇത് ഫോറസ്റ്റിൻ്റെ വിഷയമല്ലേ എന്ന് പറഞ്ഞ് അങ്ങാടിക്കാർ മാറിയിരുന്നു. ഇനി മാറി നിൽക്കാൻ കഴിയില്ല. പന്നി ജില്ലാ ആശുപത്രിയിൽ പന്നിയാണ്. മഞ്ചേരി ജില്ലാ ആശുപത്രി അറിയുന്നത് നിങ്ങൾക്ക്? ജില്ലാ ആശുപത്രിയിൽ രാത്രി 8 മണി കഴിഞ്ഞാൽ രോഗികളോടൊപ്പമുള്ള കൂടെ ഇരിക്കുന്നവർ ആശുപത്രിയുടെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. എന്താ കാരണം? പെറ്റ് പെരുകിയിരിക്കുക പന്നി. ഈ പന്നിയെല്ലാം കൂടെ ഇവിടെ പെറ്റ് പെരുകിയിട്ട് എന്ത് ആവാസ വ്യവസ്ഥക്ക് എന്ത് സംഭാവന? മന്ത്രി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇവിടുത്തെ പ്രകൃതിവാദികളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ ആന പെറ്റ് പെരുകിയുണ്ടായാൽ ഈ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥക്ക് എന്താണ് അതിൻ്റെ സംഭാവന? നമ്മൾക്കാർക്കും മനസ്സിലായിട്ടില്ല. ഒറ്റ വാക്ക ആവാസ വ്യവസ്ഥ. അതൊരു ഭയങ്കര പ്രശ്നം വരും. എന്നിട്ട് ആളുകളിങ്ങനെ അന്തം വിട്ട് നിൽക്കുക. എന്താണ് ഈ ആവാസ വ്യവസ്ഥ? നമുക്കാർക്കും മനസ്സിലാവുന്നില്ല. ഇത് കൊടും ചതിയാണ്, കൊടും വഞ്ചനയാണ്.